വിദേശ വിദ്യാർത്ഥികൾക്ക് കേരളത്തിൽ വന്ന് പഠിക്കാൻ അവസരം ഒരുക്കുന്ന സെമസ്റ്റർ ഇൻ കേരള പദ്ധതി. കാരണം പല രാജ്യങ്ങളിലും ഒരു സെമസ്റ്റർ പുറത്തുപോയി പഠിക്കാനുള്ള അവസരമുണ്ട്. അത് കേരളത്തിൽ വന്ന് പഠിക്കാൻ ലോകത്തെ വിവിധ യൂണിവേഴ്സിറ്റികളുമായി ഈ സ്കീം നിലവിലുള്ള വിവിധ യൂണിവേഴ്സിറ്റികളുമായി ബന്ധപ്പെട്ട് ഒരു സെമസ്റ്റർ ഇവിടെ വന്ന് പഠിക്കാനുള്ള ഒരു സൗകര്യം ഉണ്ടാക്കും. സ്റ്റുഡന്റ് മൊബിലിറ്റി ഉറപ്പുവരുത്താൻ സർവകലാശാലകൾക്കിടയിൽ ക്രെഡിറ്റ് ട്രാൻസ്ഫർ സംവിധാനം ഏർപ്പെടുത്തും. കേരളത്തിലെ ക്യാമ്പസുകളിൽ സ്റ്റുഡന്റ് ഡൈവേഴ്സിറ്റിക്ക് പ്രധാന പരിഗണന നൽകും. ക്യാമ്പസുകളിൽ റാഗിംഗ് തടയാൻ സിദ്ധാർത്ഥൻ സ്റ്റുഡന്റ് ഡിസ്ട്രസ് ആപ്പ് കേരളത്തിലെ ക്യാമ്പസുകളിൽ റാഗിംഗ് തടയാനും വിദ്യാർത്ഥികളുടെ ക്ഷേമം ഉറപ്പുവരുത്താനും സിദ്ധാർത്ഥൻ ആന്റി റാഗിംഗ് ആൻഡ് സ്റ്റുഡന്റ് വെൽഫെയർ ആക്ട് നടപ്പാക്കും. കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗം അമിത രാഷ്ട്രീയവൽക്കരണത്തിൽ നിന്ന് മോചിപ്പിക്കാൻ അക്കാഡമിക് കൗൺസിലിന്റെ എക്സിക്യൂട്ടീവ് ബോഡിയായി ഒരു അക്കാഡമിക് സിൻഡിക്കേറ്റ് ഉണ്ടാകും. അക്കാഡമിക് കാര്യങ്ങൾ മാത്രം ചർച്ച ചെയ്യും. ഇപ്പൊ യൂണിവേഴ്സിറ്റികളിലെ സിൻഡിക്കേറ്റ് നടക്കുന്നത് അക്കാഡമിക് കാര്യങ്ങൾ വെച്ചുള്ള ബാക്കി എല്ലാ ചർച്ചയും നടക്കുന്നത്. അത് അക്കാഡമിക് കാര്യങ്ങൾ മാത്രം നടത്തി വളരെ റിസർച്ച് ഓറിയന്റഡ് ആക്കി ലോക നിലവാരമുള്ള കോഴ്സുകൾ ആരംഭിക്കാൻ ഉള്ള പാകത്തിൽ കേരളത്തിലെ യൂണിവേഴ്സിറ്റികളെ മാറ്റുക എന്നതാണ് നമ്മുടെ ഉദ്ദേശം. സർവകലാശാലകളിലെയും കോളേജുകളിലെയും സ്കൂളുകളിലെയും വിദ്യാർത്ഥികൾക്കെതിരായ ജാതീയമായ വിവേചനങ്ങളും പക്ഷപാതവും അവസാനിപ്പിക്കാൻ രോഹിത് വെമുല ആക്ട് കൊണ്ടുവരും. +1 സീറ്റ് പ്രതിസന്ധിക്ക് ശാശ്വതമായ പരിഹാരം കണ്ടെത്തും. നിങ്ങൾ അവിടെ സംസാരിക്കല്ലേ? അവിടെയൊന്നും സംസാരിക്കല്ലേ? പുറത്തു കേരളത്തിൽ കൂടുതൽ അന്താരാഷ്ട്ര തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ ഗ്ലോബൽ കേപ്പബിലിറ്റി സെന്ററുകൾക്ക് പ്രോത്സാഹനം നൽകാൻ നയരൂപീകരണം. വിദ്യാഭ്യാസവും ഹെൽത്തുമായി ബന്ധപ്പെട്ടത് വലിയ അക്കാഡമിഷ്യൻസിന്റെയും ആരോഗ്യ പ്രവർത്തകരുടെയും ഡോക്ടേഴ്സിന്റെയും കോൺക്ലേവ് കൂടിയിട്ടുള്ള വളരെ വിശദമായ നിർദ്ദേശങ്ങളാണ്. ഞാനത് നേരത്തെ ഡോക്യുമെന്റിൽ പറഞ്ഞിട്ടുള്ളതാണ്. അതുപോലെ PSC സംവിധാനം, PSCയെയും അതുപോലെ നമ്മുടെ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിനെയും നോക്കുകൂത്തിയാക്കില്ല. എവിടെ വേക്കൻസി വന്നാലും 24 മണിക്കൂറിൽ അത് റിപ്പോർട്ട് ചെയ്യണം. റിപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ അച്ചടക്ക നടപടി ചെയ്യും. വേക്കൻസി റിപ്പോർട്ട് ചെയ്തു കഴിഞ്ഞാൽ ഏറ്റവും വേഗത്തിൽ അഡ്വൈസ് മെമ്മോ അയക്കാനുള്ള സംവിധാനം, അതിനൊരു നിശ്ചിതമായ ഒരു അക്കൗണ്ടബിലിറ്റി ഉണ്ടാക്കും. അതുപോലെ സംസ്ഥാനത്തെ മയക്കുമരുന്ന് മുക്ത സംസ്ഥാനമാക്കും. മയക്കുമരുന്നിന്റെ ഉത്ഭവ, വിപണന, വിതരണ ശൃംഖല കണ്ടെത്തി സമൂലമായി ഇല്ലാതാക്കാൻ ബ്രേക്ക് ദ ഡ്രഗ് ചെയിൻ. അതാണ് ഇപ്പൊ ചെയ്യാത്ത ആളാണ്. ഇപ്പൊ അറസ്റ്റ് ചെയ്യുന്നത് വലിക്കുന്നവരെ മാത്രമാണ് അറസ്റ്റ് ചെയ്യുന്നത്. 3 മണിക്കൂർ സ്റ്റേഷനിൽ നിർത്തി ജാമ്യത്തിൽ വിട്, അവർ പുറത്തുപോയി അത്ര നേരം വലിക്കാത്തത് വലിക്കുകയും ചെയ്യാം. ഇതിന്റെ പ്രഭവ കേന്ദ്രങ്ങളെ അന്വേഷിക്കുന്നില്ല, സോഴ്സ് അന്വേഷിക്കുന്നില്ല. അപ്പൊ നമ്മുടെ പരിപാടി ബ്രേക്ക് ദ ഡ്രഗ് ചെയിനാണ്. ഭയങ്കരമായ വിപണന സംഘടനയാണ്, അത് പൊളിച്ചടുക്കും. അതാണ് നമ്മുടെ പ്രഖ്യാപനം. മയക്കുമരുന്ന് മുക്ത സംസ്ഥാനമാക്കും. സ്ത്രീകൾക്ക് ജോലിസ്ഥലങ്ങളിൽ തുല്യവേതനം കിട്ടാനൊക്കെയുള്ള നടപടി സ്വീകരിക്കും. 5 വർഷം കൊണ്ട് 5 ലക്ഷം പേർക്ക് വീട് നൽകും. ഭവന പദ്ധതികളുടെ തുക വർദ്ധിപ്പിക്കും. SC/ST വിഭാഗങ്ങൾക്കും മത്സ്യത്തൊഴിലാളികൾക്കും പ്രത്യേക ഭവന പദ്ധതികൾ നടപ്പിലാക്കും. അത് ലൈഫിൽ പെടുത്തിയത് കൊണ്ട് അവരോടുള്ള ഭയങ്കരമായ അവഗണനയായിരുന്നു ഈ ലൈഫ് പദ്ധതിയുടെ കാലഘട്ടത്തിൽ മുഴുവൻ. അത് ഞങ്ങൾ പരിശോധിച്ചിട്ടാണ് പറയുന്നത്. പിന്നെ പ്രത്യേക കാർഷിക ബജറ്റ് അവതരിപ്പിച്ചാണ്. ബജറ്റിന്റെ കൂടെ സ്പെഷ്യലായിട്ടുള്ളൊരു കാർഷിക ബജറ്റ്, കർഷകരുടെ പ്രശ്നങ്ങൾ അഡ്രസ് ചെയ്യുന്നത്. റബ്ബറിന് 300 രൂപ താങ്ങുവിലയാണ്. സിയാൽ മോഡൽ റബ്ബർ കമ്പനികൾ ആരംഭിക്കും. അതുപോലെ കാർഷിക വിളകളുടെ താങ്ങുവില നിശ്ചയിച്ച സ്വാമിനാഥൻ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കും. അതായത് പറഞ്ഞിരിക്കുന്നത്, സ്വാമിനാഥൻ കമ്മീഷൻ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ +50%. ഉൽപ്പാദിപ്പിക്കാൻ കർഷകനുണ്ടായ ചെലവ് 50% കൂടി ചേർത്തിട്ടാണ് മിനിമം സപ്പോർട്ട് പ്രൈസ് നിശ്ചയിക്കുന്നത്. അങ്ങനെ ചെയ്യും. നാണ്യവിളകളെ കാർഷിക ഉൽപ്പന്നങ്ങളുടെ പട്ടികയിൽപ്പെടുത്താൻ കേന്ദ്ര സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തും. കുടിയേറ്റ കർഷകർ നേരിടുന്ന എല്ലാ പ്രശ്നങ്ങളും സമയബന്ധിതമായി പരിഹരിക്കും. ഭൂപ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് വർഷങ്ങളായി വിവിധ കോടതികളിൽ നിലനിൽക്കുന്ന കേസുകൾ കർഷക താൽപര്യം സംരക്ഷിച്ച് സമയബന്ധിതമായി തീർക്കും. വന്യമൃഗങ്ങളുടെ കാടിറക്കം സംബന്ധിച്ച് യഥാസമയം ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകാൻ ഡ്രോൺ, നിർമ്മിത ബുദ്ധി, IoT അടക്കമുള്ള ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗപ്പെടുത്തിയുള്ള നിരീക്ഷണ മുന്നറിയിപ്പ് സംവിധാനങ്ങൾ, പരമ്പരാഗത സംവിധാനങ്ങളെയും ആധുനിക സംവിധാനങ്ങളെയും സമന്വയിപ്പിച്ച് ഈ വന്യജീവി ആക്രമണം തടയാനുള്ള നടപടികൾ സ്വീകരിക്കും. ഭൂ ഉടമകളുടെ ഭൂമിയിൽ കടന്നു കയറുന്ന കാട്ടുമൃഗങ്ങളെ നേരിടുന്നതിൽ ഭൂ ഉടമകൾക്ക് അധികാരം നൽകുന്ന നടപടികൾ സ്വീകരിക്കും. അതുപോലെ തന്നെ ഈ തീരപ്രദേശത്തെ ജനങ്ങളുടെ
ദുരിതമാണ് ജീവിതം. കടലിന്റെ അവകാശം കടലിന്റെ മക്കൾക്ക് ഉറപ്പുവരുത്തുന്ന നടപടികൾ സ്വീകരിക്കും. മത്സ്യബന്ധന അവകാശം മത്സ്യത്തൊഴിലാളികൾക്കായി നിജപ്പെടുത്തും. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കായി നൽകി വരുന്ന SCP TSP മാതൃകയിൽ ഒരു ഫിഷറി സബ് പ്ലാനിന്റെ കൂടെ നടപ്പാക്കും. മത്സ്യത്തൊഴിലാളികൾക്ക് ഡീസൽ പെട്രോൾ സബ്സിഡി ലഭ്യമാക്കും. മണ്ണെണ്ണ സബ്സിഡി വർദ്ധിപ്പിക്കാൻ നടപടിയെടുക്കും. 40 രൂപ മണ്ണെണ്ണയ്ക്ക് ഉണ്ടായിരുന്ന സമയത്താണ് ഉമ്മൻചാണ്ടി സർക്കാർ 25 രൂപ സബ്സിഡി കൊടുത്തത്. ഇപ്പൊ 110 രൂപയാണ് മണ്ണെണ്ണ, അപ്പോഴും 25 രൂപയാണ്, അതുപോലും കൊടുക്കുന്നില്ല. പിന്നെ വനാവകാശ നിയമം PSA നിയമം പൂർണ്ണമായും നടപ്പാക്കും. ഏകദേശം 5.5 ലക്ഷത്തോളം ഏക്കർ ഭൂമി സർക്കാർ ഏറ്റെടുക്കുന്നതിന് നിയമനിർമ്മാണം നടത്തി നിയമാനുസൃതമായി ദളിത് ആദിവാസി വിഭാഗങ്ങൾക്കും മറ്റർഹരായ ഭൂരഹിതർക്കും നൽകും. ഭൂരഹിതരായ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് പട്ടികജാതി പട്ടികവർഗ വകുപ്പ് ഭൂമി വാങ്ങി നൽകുന്ന പദ്ധതി പുനഃസ്ഥാപിക്കും. SC/ST വിദ്യാർത്ഥികൾക്ക് ഗ്രാന്റ് അടക്കമുള്ള വിദ്യാഭ്യാസ ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിച്ച് സമയബന്ധിതമായി വിതരണം ഉറപ്പാക്കും. ഗ്രാന്റ് സമയത്ത് കിട്ടുന്നില്ല. അതുപോലെ SC/ST വിഭാഗങ്ങൾക്ക് ബജറ്റിൽ വകയിരുത്തിയ തുക കൃത്യമായി വിനിയോഗിക്കുന്നുണ്ടെന്നും പദ്ധതികൾ സമയബന്ധിതമായി നടപ്പിലാക്കുന്നുവെന്നും ഉറപ്പുവരുത്തുന്ന ഒരു പെർഫോമൻസ് ഓഡിറ്റ് അതിനുവേണ്ടിയിട്ട് ഒരു നിയമം കൊണ്ടുവരും. SC/ST വിഭാഗങ്ങൾക്ക് പ്രാതിനിധ്യം കുറയുന്നുണ്ടോ എന്ന് പരിശോധിച്ച് ഒരു 3 വർഷം കൂടുമ്പോൾ സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് കൊണ്ടുവരും. പ്രാതിനിധ്യം കുറവുണ്ടെങ്കിൽ സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് കൊണ്ടുവന്ന് അത് നടപ്പാക്കും. സംവരണം ഒരു വിട്ടുവീഴ്ചയും സംവരണ കാര്യത്തിൽ ചെയ്യില്ല.